വിമർശിച്ചാൽ കേസെടുക്കും, വിദ്വേഷം പ്രചരിപ്പിച്ചാൽ കേസില്ല. വി.ഡി. സതീശൻ. കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് ഭീകരപ്രവർത്തനത്തിന് തുല്യമായ വിദ്വേഷ പ്രചാരണമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. എല്ലാ തെളിവുമുണ്ടായിട്ടും പോലീസ് ഒന്നും ചെയ്യുന്നില്ല. മുഖ്യമന്ത്രി കൂട്ടുകാരെ സംരക്ഷിക്കുകയാണ്. കേരളത്തിന്റെ മതേതര സ്വഭാവത്തിന് കളങ്കമാണെന്നും നിയമ പോരാട്ടം തുടരുമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ഹൈക്കോടതി ഇടപെട്ടതുകൊണ്ടാണ് സത്യം പുറത്തുവന്നത്. ഇല്ലെങ്കിൽ കാസിമിന്റെ തലയിൽ ഇരുന്നേനെ. UAPA ചുമത്തി അറസ്റ്റ് ചെയ്യേണ്ട കേസാണിതെന്നും അല്ലെങ്കിൽ ഇത്തരം വിദ്വേഷ പ്രചാരണങ്ങൾ തുടരുമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ പോലീസ് മൊഴിയെടുത്ത ശേഷം വിട്ടയച്ച CPM അനുകൂല സാമൂഹിക മാധ്യമങ്ങളിലെ അഡ്മിന്മാരുടെ വിവരങ്ങൾ രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ് പോലീസ്. ചോദ്യം ചെയ്തവരുടെ മേൽവിലാസം രേഖപ്പെടുത്താതെയാണ് ഹൈക്കോടതിയിലും പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. എന്നാൽ പോലീസ് CPMുമായി ചേർന്ന് ഒത്തുകളിക്കുകയാണെന്നാരോപിച്ച് പ്രക്ഷോഭം സംഘടിപ്പിക്കാനാണ് UDFന്റെ തീരുമാനം. കാഫിർ പരാമർശമടങ്ങിയ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തവരുടെ പേര് സഹിതമാണ് വടകര SHO ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. ഓരോരുത്തരും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ സ്ക്രീൻഷോട്ട് ചെയ്ത സമയം ഉൾപ്പെടെ റിപ്പോർട്ടിലുണ്ട്. ഇവരുടെ പേരും അച്ഛന്റെ പേരും സഹിതമാണ് റിപ്പോർട്ട്. പക്ഷേ മേൽവിലാസം രേഖപ്പെടുത്തിയിട്ടില്ല. പോസ്റ്റ് ആദ്യം റെഡ് എൻകൗണ്ടർ എന്ന ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത റിബേഷ് രാമകൃഷ്ണനെ കുറിച്ചുള്ള വിവരം മാത്രമാണ് ഇതുവരെ പുറത്തുവന്നത്. റെഡ് ബറ്റാലിയൻ ഗ്രൂപ്പിൽ പോസ്റ്റിട്ട അമൽറാം, അമ്പാടിമുക്ക് ഫേസ്ബുക്ക് പേജിന്റെ അഡ്മിൻ മനീഷ്, പോരാളി ഷാജി ഫേസ്ബുക്ക് പേജിന്റെ അഡ്മിൻ വഹാബ് എന്നിവരെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസ് രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ്. സ്ക്രീൻഷോട്ട് ആദ്യം പങ്കുവച്ചത് ഇവരാണെന്ന് വ്യക്തമായിട്ടും പ്രതി ചേർക്കുന്നതിന് പകരം സാക്ഷിയാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇത് തെറ്റായ കീഴ്വഴക്കമാണെന്ന് പോലീസ് സേനയ്ക്കുള്ളിൽ തന്നെ അഭിപ്രായമുണ്ട്. ഈ സ്ക്രീൻഷോട്ടുകൾ ഷെയർ ചെയ്ത KK ലതികയുൾപ്പെടെയുള്ളവർക്കെതിരെ പരാതി നൽകിയിട്ടും കേസെടുക്കാൻ പോലീസ് തയ്യാറാകാത്തത് CPMന്റെ സമ്മർദ്ദം മൂലമാണെന്ന് UDF ആരോപിക്കുന്നു. CPM പയ്യോളി ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇതുവരെയും പോസ്റ്റ് നീക്കിയിട്ടുമില്ല. ഇവർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട പ്രതിഷേധം കടുപ്പിക്കാനാണ് UDF തീരുമാനം. ആദ്യഘട്ടമെന്ന നിലയിൽ അടുത്ത തിങ്കളാഴ്ച RMPയും UDFും വടകര റൂറൽ SP ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും. ഇതിനു പുറമെ CPMനെതിരെ പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. യൂത്ത് ലീഗും ഈ വിഷയത്തിൽ സമരമുഖത്താണ്.